പ്രോഗ്രാമിന്റെ അവസാന നിമിഷം വരെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഹസ്യവും സംഗീതവും കോർത്തിണക്കിയ പ്രോഗ്രാമിന് വേദിയിൽ ഇന്ത്യക്കകത്തും പുറത്തും നിരവധി സംഗീത വേദികളുടെ സാന്നിധ്യമാണ് പ്രിയപ്പെട്ട കലാകാരൻ. ആ കലാകാരനെ നമുക്ക് കൈയടിയോട് കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
താങ്ക് യു. ഹലോ ഹലോ, എല്ലാവർക്കും നമസ്കാരമാണ്. നിങ്ങളെ വന്ന് നോക്കുമ്പോഴേക്ക് ഞാൻ അന്തം വിട്ടു പോയി കേട്ടോ. ഏതായാൽ ഈ പരിപാടി പങ്കെടുക്കാൻ ഒരു മാസത്തിന് മുമ്പിന് തന്നെ ബുക്കിംഗ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ വടക്കഞ്ചേരിനെ നമ്മുടെ മക്കളെ കാണാൻ 4, 5, 6 മണിക്കാണ് ഞാൻ വന്ന് എത്തിയത്. വന്നിട്ട് അവിടെ അപ്പുറത്ത് സാറിന്റെ വീട്ടിനെ നമ്മൾ ഈദിനെ പങ്കെടുക്കുന്ന സാറിന്റെ വീട്ടിലാണ് കുറച്ചു നേരം ഇരുന്ന് ഞാൻ പങ്കെടുക്കാൻ വന്നത്. നമ്മുടെ ഈ വടക്കഞ്ചേരി മക്കൾക്കും ഇവിടെ പരിപാടി ചെയ്യുന്ന അത്തര സാറുമാർക്കും ഇതിനെ പങ്കെടുക്കുന്ന അത്തര മേടമാർക്കും ഇതിനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന നാട് മക്കൾക്കും എല്ലാവർക്കും ഇന്നൊരു ഉത്സവം സന്തോഷമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ വേറെ വേറെ സ്ഥലത്തിൽ പോകുന്ന ഒരാളാണ്. ഇന്ന് രാത്രിയൊക്കെ നിലമ്പൂരിനാണ് എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു. രാത്രി നിലമ്പൂരിനെ പോയി പരിപാടി ചെയ്തിട്ട് 1 മണിക്കാണ് ഞാൻ പോയി വീടെത്തിയിട്ട് ഇന്ന് നിങ്ങളെ കാണാൻ വടക്കഞ്ചേരിനെ ഓടി വന്നത് എന്റെ മക്കളെ കാണാനാണ്. എല്ലാവർക്കും ഇതൊരു സന്തോഷമാണ്. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അമ്പലം ചെയ്ത് ഇത്ര മക്കളെ കണ്ടെത്തി നമ്മൾ ഈ സ്റ്റേജിന് നമുക്ക് വസ്തു വന്നാൽ വസ്തു മാറുന്നപ്പോഴാണ് മക്കളെ കാണുമ്പോഴേക്കും. അതുപോലെയാണ് നമ്മുടെ രാജമക്കൾ എങ്ങനെ വണ്ട തേങ്ങി നിൽക്കണോ അതുപോലെ ഇന്ന് തേങ്ങി നിന്നു ഈ വടക്കഞ്ചേരി സ്റ്റേജിന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ മൈക്ക് കൊടുത്ത് പറയാനോ ചിരിക്കാനോ കളിക്കാനോ എനിക്കൊരു കളവ് കിട്ടിയതാണ്. എല്ലാ മക്കൾക്കും എല്ലാ സാറുമാർക്കും എല്ലാ മേഡമാർക്കും ഇതിനെ പങ്കെടുക്കുന്ന അത്തരം ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് നന്ദി നമസ്കാരം. കുറെ എന്റെ ശബ്ദം പറഞ്ഞ് എനിക്ക് ശബ്ദം പോയി കിടക്കുന്നു. നിങ്ങൾ അതിനെ ക്ഷമിക്കണോ? പാടി നോക്കട്ടെ. വരി കിട്ടണോ എന്നൊന്നും അറിയില്ല, എന്റെ ശബ്ദം വരണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ പാടി നോക്കട്ടെ കേട്ടോ. താങ്ക് യു. സ്ത്രീകളെ ഒത്തിരി സന്തോഷം. നമ്മുടെ ഭക്ഷണ മാമാങ്കത്തിന് ഇവിടെ സാധിച്ചത് ഒത്തിരി സന്തോഷം. അങ്ങനെ നല്ലൊരു ഗാനം, ആ ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണാണ്. അതിനുശേഷം ഇറങ്ങിയ ഒരുപാട് പാട്ടുകൾ ഉണ്ണിക്കാളി എന്ന്
പരിപാടിയാ പോട്ട് വിടുവാ മച്ചാൻ കാണാൻ പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞു കൊടുക്ക്. Thank you.
ഈ പാട്ട് നമ്മൾ അന്നക്കാലത്തിന് കുട്ടികളെ ഉറക്കം വെച്ച് വിത്ത് പോട്ട് വിത്തെടുത്ത പാട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും. ഏതായാൽ ഞാൻ ഇല്ലാതെ പോകുന്ന കാലത്തിന് ഈ പാട്ട് എന്താണ് ഏതാണെന്ന് ചോദ്യങ്ങളും ചോദിക്കും ജനങ്ങളും. അതിനെ വെരിയായിട്ട് തരുന്നതാണ് ഈ പാട്ട്. ഒരു കാലഘട്ടത്തിന് കണനില്ലാതെ നമ്മൾ അതിനെ കുട്ടികളെ ഉറക്കം വെച്ച് നമ്മൾ കിറിച്ചെടുക്കാൻ ഒരു പിള്ളേരെ കിടന്ന സ്ഥലത്തിന് ഞങ്ങളിങ്ങനെ തോർത്തൊക്കെ ഇട്ടിട്ട് കുട്ടികളെ കടക്കം വെച്ചിട്ട് എടുത്ത ഒരു പാട്ടാണ് ഇത്. നജമ ചേച്ചി ഒന്നും അറിയാതെ പാടിത്തന്നിട്ട് പോയി എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ടാണ് ഞാൻ വരി പറഞ്ഞു തന്നത്. അപ്പം തന്നെ യാതുക്കുള്ളാന പാട്ടമാണ് ഇത്. നമ്മൾ കൃഷി ചെയ്താൽ അതിന് പാട്ടുണ്ടാവും, മണ്ണിനെ നിന്നാൽ അതിന് പാട്ടുണ്ടാവും, ചെടി മിറ്റത്തിന് പോയി നിന്നാൽ അതിന് പാട്ടുണ്ടാവും. അങ്ങനത്തെ അട്ടപ്പാടിയിൽ വരുന്ന ഒരു പാട്ടുകളാണ്. കുറെ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിനെ എഴുതിയെടുക്കണോ, അതിനെ പാട്ടിനെ നിങ്ങൾ കണ്ടെത്തണോ. ഇപ്പത്തെ മക്കളാണ് കോളേജിനെ അടുത്ത് പൊളിക്കുന്നു, കുവൈറ്റിനെ അടുത്ത് പൊളിക്കുന്നു, മസ്കറ്റിനെ അടുത്ത് പൊളിക്കുന്നു, ബോംബെനെ അടുത്ത് പൊളിക്കുന്നു, ലണ്ടൻ അടക്കം പോയി അടുത്ത് പൊളിക്കുന്നു. ഈ പാട്ട് എല്ലാ നമ്മുടെ രാജ്യ മക്കൾ അതിനെ നിങ്ങൾ ഡാൻസ് കണ്ടെത്തണം, പാട്ട് കണ്ടെത്തണം. നിങ്ങൾ വെറുതെ മാത്രം പാട്ട് കണ്ടിട്ട് നിങ്ങൾ പോയി മിണ്ടാതെ എടുക്കാതെ നിങ്ങൾക്ക് കോളേജിന് പാട്ടെടുക്കാം. എല്ലാവരും അത് കണ്ടെത്തണം. അതുക്ക് വേണ്ടിയിട്ടാണ് അട്ടപ്പാടിയിലേറുന്ന ഓരോ പാട്ട്.
വണ്ടിയിലോ കിട്ടുന്നോ എന്നെ കുറിച്ചുള്ളതായി ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ പുഴയാകെ അലഞ്ഞോലാക്കി കുച്ചാണ്ട് പാടം കെട്ടണമാ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമാ വയറ് കത്തിയാല് എന്റെ കൊടല് കത്തണമാ പണമെടഞ്ഞിട്ട് ദൈവയോടം ഒരു വരി പാടുന്നാണോ 2, 3, 4 കുച്ചാണ്ട് പാടം കെട്ടണമാ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമാ വയറ് കറ്റാലി എന്റെ കൊടല് കത്തണമാ പ്രാണം ഓണം പടക്കണമാ അത് കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇവിടിലായി കച്ചൻ കുഞ്ഞി പറയട്ടെ ചോറ് കൊച്ചപ്പോ അമ്മ കീറ് തന്നച്ചോ കീറ് കിട്ടിയപ്പോ എന്റെ പ്രാണം പോയച്ചോ അച്ഛനെ വേണ്ടേ നിനക്ക് അത്തായം വേണ്ടേ അത്തായ വേണി ഒന്നേ അച്ഛനെ മാത്രം മതി പാണം കെട്ടണമാ അയന്റെ കുട്ടിയേക്ക് പാപ്പണ്ടാക്കണമാ ഞാനൊരു പൂക്കളട്ടു കാലത്തിന്റെ അമ്മയെ പൂക്കളട്ടു അച്ഛൻ വന്ന പോകെ പാടത്ത് പൂക്കളട്ടു അച്ഛൻ വന്നിരുന്നേ അമ്മയെ അത്തായം വെച്ചിരുന്നേ നൂറ് പാട്ടുകൾ നമ്മുടെ മത്സരം പാടി വെച്ചിട്ടുള്ളത്
ആ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. അവിടെ ഇരിക്കുക. നമ്മൾ പരിപാടി ആസ്വദിക്കാൻ വന്നിരിക്കുന്നതല്ലേ അല്ലേ? ഒരു കൈയടി അവിടെ കൊടുത്തേ. അവ്യക്തം മൃതോ മൃതകടം മൃതസ്യ. വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലാവൂലേ? ഇത് അർത്ഥമില്ല, വെറുതെ പറഞ്ഞാണേ. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇയാള് ജാക്കിയാരാണോ എന്നൊരു സംശയം ഉണ്ടാവേ. സംശയിക്കണ്ട കേട്ടോ. ശരിയായ ജാക്കിയാരല്ല. നമ്മുടെ ശിവദാസാദികള്, നമ്മുടെ പുതിയ ദേശത്തിന്റെ പുതിയ ആളുകളൊക്കെ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ പറഞ്ഞിട്ട് വേഷം കെട്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാൻ വന്നതാ. അപ്പൊ എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ അഹോരാത്രം കഷ്ടപ്പെട്ട നല്ല മനസ്സിന്റെ ഉടമകളായ സംഘാടകർക്ക് നമ്മൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദിയുടെ സൂചകമായിട്ട് പടക്കം പൊട്ടുന്ന രീതിയിൽ ഒരു കയ്യടി കൊടുത്ത് സംഘാടകർക്ക് കൊടുത്തിട്ട് ഓ പടക്കം പൊട്ടെന്ന് പറഞ്ഞപ്പോ അവിടെ നിന്നൊരു വിദ്യാർത്ഥി ഒരു പേരിലേക്ക് ഇങ്ങനെ മടിയാണെന്നേ. ഈ മലയാളിക്ക് മടിയാണ് അല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ ഇങ്ങനെ മലയാളി മടിച്ച് എന്തുണ്ടായി? ഈ പാലക്കാടൊക്കെ ചെന്ന ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കിട്ടണമെങ്കിൽ സാറേ ഹിന്ദിയിൽ പറഞ്ഞാലേ കിട്ടുള്ളൂ. കാര്യം എന്താ? ഹിന്ദിയിൽ സംസാരിച്ചാലേ ഭക്ഷണം കിട്ടുള്ളൂ. കാര്യം എന്താ? ആ ബംഗാളികൾ അല്ലേ? ആലപ്പുറത്ത് കയറാൻ ബംഗാളി, ബാർബർ ഷോപ്പിൽ ചെന്ന ബംഗാളി, ഈ കാറ്ററിംഗിന് ചെന്ന അവിടെ ബംഗാളി, എവിടെ നോക്കിയാലും ബംഗാളി. അപ്പൊ ഈ ബംഗാളികളെ കുറിച്ച് ഒരു വിദ്വാൻ ഒരു പാട്ടുണ്ടാക്കിയാണ്. നിങ്ങൾക്ക് അറിയണ പാട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ കൈയടിക്കോ? എവിടെ തിരിഞ്ഞാലും ബംഗാളി. പറഞ്ഞേ താളത്തിന്. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി. ബംഗാളി ഇങ്ങനെ നിറയാൻ കാരണം നമ്മൾ മലയാളി. ബംഗാളി ഇങ്ങനെ നിറയാൻ കാരണം നമ്മൾ മലയാളി. ഹാർബറിലുണ്ട് ബംഗാളി, ഇന്ന് ബാർബറിലേറെയും ബംഗാളി. ഹാർബറിലുണ്ട് ബംഗാളി, ഇന്ന് ബാർബറിലേറെയും ബംഗാളി. തെങ്ങുമ്മ കയറാനും ബംഗാളി, ഇന്ന് മുങ്ങി നടക്കണം മലയാളി. തെങ്ങുമ്മ കയറാനും ബംഗാളി, ഇന്ന് മുങ്ങി നടക്കണം മലയാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ എന്തൊരു അന്തസ. കാരണം നമ്മൾ മലയാളി. മലയാളിയുടെ മടീനെ. ഈ കൂട്ടത്തിൽ വല്ല ബംഗാളി ഉണ്ടോ? പറയാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് പോകണം. അപ്പൊ ഏതാ ബംഗാളി ഏതാ മലയാളി എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലാണ് കേരളം. പക്ഷെ മലയാളിനെ തിരിച്ചറിയാൻ മാർഗമുണ്ട്. നിൽക്കുന്ന ആളുകളുടെ വയറുമളിക്ക് നോക്കാം. കൊട്ടവേറുള്ളവന് ആരോ മലയാളി ആയിരിക്കും. രണ്ട് എന്താ കാര്യം? മലയാളിക്ക് മടി. എന്തായാലും ഇവിടെ മടിയില്ലാത്തവരെന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു സാറ് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ഒരു മനുഷ്യന് ഒരു ദിവസത്തില് 30 പ്രാവശ്യം. എത്ര പ്രാവശ്യം? ഉറക്കെ പറയണം. 30. എഴുന്നേറ്റ് നിന്ന് ഒരു കാര്യം തരും, സമ്മാനം തരും, ഒരു കൈയടി, ഒരു ഗിഫ്റ്റ് തരാനാ. എന്നാ പിടിച്ചോളൂ. സുന്ദരിയായ ഒരു മോൾക്ക് ഒരു കൈയടി കൊടുത്തോളൂ. ഒരു ഗിഫ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ഗിഫ്റ്റ്. എന്നാ എഴുന്നേറ്റ് അങ്ങോട്ട് തിരിഞ്ഞൊന്ന് വാങ്ങിച്ചോളൂ. ഒരു കൈയടി കൊടുത്തോട്ടോ. ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കില്ല, കുശുമ്പ് കാണിച്ചിരിക്കുക. 30 പ്രാവശ്യം കൈയടിച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരില്ലെന്നും പെൺകുട്ടികൾക്ക് സൗന്ദര്യം കൂടുന്നു പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 30 പ്രാവശ്യം പോയിട്ട് 3 പ്രാവശ്യം പോലും കൈയടിക്കാൻ സമയമുണ്ടോ? സ്ത്രീകൾ എപ്പോഴാ കൈയടിക്കുക? അടുക്കളയിൽ നിൽക്കുമ്പോ കൈയടിക്കുവോ? അടുക്കളയിൽ നിൽക്കുമ്പോ കൈയടിക്കാറുണ്ടോ? ഇവിടെ 3 30 അല്ലേ? ഇവിടെ ആ തിരുനടയിൽ ചെന്നൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് കൂടെ വന്ന് ആശ്വസിക്കുന്ന ഭഗവതിയുടെ വേലയോടനുബന്ധിച്ച് ഇവിടെ ഒരാൾക്ക് പോലും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് പെൺകുട്ടികളുടെ സൗന്ദര്യം പെട്ടെന്ന് കൂടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു കയ്യടി കുറിച്ച് അങ്ങോട്ട് കൊടുക്കാൻ ഇവിടെ. നമ്മുടെ നാടേതാ? ഉറക്കെ പറയണം. എത്രയാണ് പഠിക്കണേ? പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാ? അങ്ങനെ ഒക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഏറ്റവും മാർക്ക് കുറവ് കിട്ടണ വിഷയം. ആലോചിച്ചു. ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് ഇംഗ്ലീഷ് ആണോ EVS ആണോ? പിന്നെ ഏതാ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്? ഒക്കെ ബുദ്ധിമുട്ടല്ലേ. ആലോചിച്ച് അങ്ങനെയാണോ? മാർക്കിൽ ഇത്തിരി കുറവ് കിട്ടുന്ന വിഷയം ഏതാ? മാത്സ്. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ആ സ്കൂളിൽ ഒട്ടുമിക്ക കുട്ടികളും പറയുന്നുണ്ട് മാത്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഈ കുട്ടിയുടെ കുഴപ്പം മാത്രമല്ല, അങ്ങനെ എല്ലാ കുട്ടികളും പറയുന്നത് മാത്സ് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ കുട്ടിയുടെ മാത്രം കുഴപ്പമല്ലത്. അത് ആ പഠിപ്പിക്കുന്ന ടീച്ചറിനും കൂടിയാ അല്ലേ? അല്ല, കുട്ടിക്ക് തിരിച്ചറിവുണ്ട്. ടീച്ചർ കൂടി ഉണ്ടെങ്കിൽ പഞ്ചായത്ത് വിട്ട് പോയിണ്ടാവും. പാവല്ലേ, കുട്ടിക്ക് ഒരു കയ്യടി കൊടുത്തോളൂ. നമുക്ക് സംസാരിക്കാൻ എളുപ്പമുള്ള ഭാഷ ഏതാ? മലയാളം. നേരത്തെ ബംഗാളികളെ കുറിച്ച് പറഞ്ഞില്ലേ? മലയാളം നമുക്ക് എളുപ്പമാവണം. മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. ഇളനീർ മധുരം കിനിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം. ഹൃദയ തിരുമൊഴി മലയാളം. നമ്മുടെ ഹൃദയ തിരുമൊഴിയാണ് മലയാളം അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട്?
അച്ഛൻ, അമ്മ, ചേച്ചി, ചേട്ടൻ വരും. വേറെ ആരുമില്ല? ഒന്നുകൂടി ആലോചിച്ചോക്കേ. പണിപാളി ഇല്ലേ? ശരി. അവരുടെ പേരൊക്കെ ഓർമ്മയുണ്ടോ? പറഞ്ഞേ. കനകൻ, കനകലത, വിഷ്ണു, ജിഷ്ണു, ശ്രീലക്ഷ്മി, ആദിത്യൻ. രസകരമായിട്ടാ പറയുന്നത്. ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ. എന്താ പേര്? സാനിയ. ആദ്യക്ക് കുശുമ്പ് കാണിക്കേണ്ട ഒരു കയ്യിൽ എടുത്ത കുട്ടിക്ക്. അത്രയേ ഉള്ളൂ. വലിയ വലിയ കലാകാരന്മാരും കലാകാരികളല്ലേ ഇവിടെ. ഇത് നമ്മുടെ പരിപാടിയല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള പാട്ടിലൂടെ മലയാളം നമ്മുടെ രക്തത്തിലുണ്ടെന്ന് പറയണേ. ഇയാളുടെ രക്തത്തിൽ മലയാളം ഉണ്ടോ? ഉണ്ടോ? അപ്പൊ തെറ്റാണ്ട് മലയാളം പറയാൻ പറ്റുമോ? കുട്ടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കയ്യടി കൊടുക്കണം. മതി. തെറ്റാണ്ട് പറയാൻ പോണേ. ചമ്പക്കര. എളുപ്പമല്ലേ? ചമ്പക്കര. നിങ്ങളൊന്ന് പറഞ്ഞ ചമ്പക്കര. എളുപ്പമല്ലേ? ഒന്നുകൂടി പറഞ്ഞ ചമ്പക്കര. എളുപ്പമാണ്. തങ്കപ്പൻ. തങ്കപ്പൻ. ഈ രണ്ട് വാക്കും തെറ്റുമോ? തെറ്റാൻ പാടില്ല. ഇങ്ങനെയാണ് തെറ്റാണ്ട് മലയാളം പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് ഇവർക്ക് നാണം വെക്കട്ടെ. ഇങ്ങനെയാണ് പറയണ്ടേ. ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ. അപ്പൊ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചമ്പക്കര തങ്കപ്പൻ, ചമ്പക്കര തങ്കപ്പൻ. അമ്പക്കല്ല ഹാൻസ്. മലയാളത്തെ കുറിച്ച് എന്തൊരു തള്ള ഞാൻ തള്ളിയ മാമ്പൂ ഹിന്മണ പോലും. എന്നാ എന്തൊരു ചിരിയാ ചിരിച്ചേ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ കുഞ്ചിയമ്മയുടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വന്നേ. കുഞ്ചിയമ്മ കഞ്ചി ഇങ്ങോട്ട് വാ. താങ്കൾ തന്നെ വാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് നീ പാടിക്കോ. കുഞ്ചു. ആരാന്ന് വെച്ചാ വേഗം വാ. വേഗം വാ. സമയമില്ല. വേഗം വാ. ഓടി വാ. നമുക്ക് പരിപാടി തുടങ്ങണം. അതാണ്. അപ്പൊ ഇയാള് പോയി ഇരുന്നോട്ടോ. ഇയാൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ ബാക്കിൽ തരാട്ടോ. എന്താ പേര്? വൈഷ്ണയ്ക്ക് ഒരു കയ്യടി കൊടുത്ത്. വൈഷ്ണയാണ് പാടാൻ പോണേ. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന് പേര് വന്നു. മതി. ഇത്ര മതി. ഒരു കയ്യടി കൊടുത്തേ. വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. വരിയൊക്കെ തെറ്റി. എന്നാലും കുഴപ്പമില്ല. പേരൊന്നും കൂടി പറഞ്ഞേ. അപ്പൊ കുഞ്ചിയമ്മ എന്ന് പറയാൻ എളുപ്പമല്ലേ? കുഞ്ചിയമ്മ കിണ്ടി കഴിയപ്പോ. അതെന്താ അങ്ങനെ ഒരു ചിരി? ഈ കുട്ടീനെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അത് തെറ്റാണ്ട് പറഞ്ഞു കൊടുത്ത. കുഞ്ചിയമ്മ കിണ്ടി കഴിയപ്പോ കിണ്ടി കുണ്ടിൽ വീണു. അത്രയുള്ള. കുഞ്ചിയമ്മ കിണ്ടി കഴിയപ്പോ കിണ്ടി കുണ്ടിൽ വീണു. വേണ്ട വേണ്ട വേണ്ട. പോയിരുന്നോ കുട്ടി? പോയിരുന്നോ? ഒരു കയ്യടി കൊടുത്തോ. പോയിരുന്നോ? ഇരുന്നോളൂ. സന്തോഷമായില്ലേ ഗിഫ്റ്റ്? ആ ചിരിച്ചവർക്ക് ആർക്കെങ്കിലും കിണ്ടി എഴുതണോ? ഇത് മുഴുവൻ കൊല്ലി കൊല്ലി മേലെ കാവടിയെ ഇത് വീരം ഭയങ്കര വെപ്പണി
I'm